الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم أجمعين أما بعد. العاقبة للمتقين. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദുൽഹജ്ജ് മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ട ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അവർക്ക് ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരുവാനുള്ള ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അടുത്ത വർഷം പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ആ പുണ്യ മദീന ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അവർക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു മദീന കാണാനും പരിശുദ്ധമായ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അറിയാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതുവഴി അവർ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും അതുപോലെ ഖുർആൻ ആയത്തുകളും അവരുടെ പ്രയാസങ്ങളിലൂടെയും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ ഒരു അറിവാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇതൊരു വരുമാന മാർഗത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഒഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പലരും രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ വിദേശത്ത് നിന്ന് വിളിച്ച ഒരുപാട് സഹോദരന്മാർ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് വർഷങ്ങളായി പ്രവാസ ജീവിതം അനുഭവിക്കുന്നവരുണ്ട്. ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞ സഹോദരനുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നാടുകളിൽ കച്ചവടം ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ,
പരാജയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു അവരുടെ വീടുകളിലും അവരുടെ കച്ചവടത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ വാഹനം ഓടിക്കുന്നവർ അവിടെ വാഹനത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതികൾ, യുവാക്കന്മാർ, അവർക്കൊക്കെ അനുയോജ്യമായ ഇണകൾ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ, സഹോദരിമാർ, അവർക്ക് അല്ലാഹു സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുപോലെ ഞങ്ങൾ ഉസ്താദുമാർ, മാതാപിതാക്കൾ, സഹോദരിമാർ, ഭാര്യമാർ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്ത്, ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്നലെ ഇടിമിന്നലേറ്റ് മഞ്ചേരി മങ്കടയിൽ 4 മക്കളാണ് മരണപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് ഔലിയങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു ചെല്ലുമ്പോൾ കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കാൻ ആ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന വിഷയം, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ 4 ഇസ്മുകളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ എന്താണ് വഴിയെന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇത് ഉപകാരപ്രദമായ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടായിരിക്കാം. അവരിലേക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട 4 ഇസ്മുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഇസ്മ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ സുബഹി നിസ്കാര ശേഷം കിബിലക്ക് അഭിമുഖമായി ഇരുന്ന്, കിബിലക്ക് മുന്നിട്ടിരുന്ന് ഈ പറയുന്ന ചൊല്ലിയ ശേഷം അല്ലാഹുവിനോട് ആവശ്യം മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഈ 4 ഇസ്മുകൾ ചൊല്ലി കിബിലക്ക് മുന്നിട്ട് അഭിമുഖമായി ഇരുന്ന്, സുബഹി നിസ്കാരം കഴിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി ഇരുന്ന് ഈ 4 ഇസ്മുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആ ഇസ്മു എന്ന് നമുക്ക് നോക്കാം. യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്. ഈ 4 ഇസ്മുകൾ 100 പ്രാവശ്യം ചൊല്ലണം. യാ വഹാബ് യാ അല്ലാഹ് എന്ന 100 പ്രാവശ്യവും, യാ റസാഖ് യാ അല്ലാഹ് എന്നുള്ള 100 പ്രാവശ്യവും, യാ മുഈസ് യാ അല്ലാഹ് എന്നുള്ളത് 100 പ്രാവശ്യവും, യാ സലാമു യാ അല്ലാഹ് എന്നുള്ള 100 പ്രാവശ്യവും, ഈ 4 ഇസ്മുകൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ അവന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം 786 തവണ ഉരുവിടുകയും ചൊല്ലുകയും, സുബഹി നിസ്കാര ശേഷം 786 തവണ ചൊല്ലുകയും, പിന്നീട് ഹാജത്തുകൾ നിറവേറുവാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 പ്രാവശ്യം ചൊല്ലുക. പിന്നീട് സുബഹി നിസ്കാര ശേഷം 786 തവണ ചൊല്ലുക.
ഹാജത്തുകൾ നമുക്ക് എന്താണ് ഹാജത്ത് വീടാനുള്ളത്, എന്ത് ഉദ്ദേശമാണോ പൂർത്തിയാവാനുള്ളത്, ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഇതിൻ്റെതായിരിക്കുന്ന ഒരു അതതുണ്ട്. ആ അതത് എഴുതി കെട്ടിയാൽ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യാ വഹാബ് യാ അല്ലാഹ്, യാ റസാഖ് യാ അല്ലാഹ്, യാ മുഈസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന ഈ 4 ഇസ്മുകൾ നമ്മൾ 100 പ്രാവശ്യം വീതം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ഹാജത്തിനെ ചോദിച്ചാൽ അവൻ വീട്ടിത്തരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ഇരുന്നാൽ അള്ളാഹു അതിന് ഇജാബ് നൽകുന്നതാണ്, ഉത്തരം നൽകുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് ആവശ്യം നിറവേറാൻ ഉള്ളവർ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് നമ്മൾ ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഇഖ്ലാസോട് കൂടി നമ്മളുടെ ഹൃദയം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹസ്നയിലെ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണെന്നുള്ള ആ ബോധത്തോടു കൂടി ഇഖ്ലാസോടു കൂടി നമ്മൾ ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വീഡിയോസ് നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി പെരുമാറാവട്ടെ. അതുപോലെ തന്നെ വിദേശത്ത് നിരപരാധിയായിക്കൊണ്ട് കോടതി വിധി, ഇന്നാണ് ആ സഹോദരൻ്റെ കോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരി വിളിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേസ് വിജയിച്ചുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു സഹോദരനെ സഹായിച്ച ഇതാണ് ഉള്ളത്. അതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് ഈ കേസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ സഹോദരനെ സൗദി അറേബ്യയിൽ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.